ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് മത്തി വെച്ചിട്ട് ചെയ്തെടുക്കുന്ന നല്ലൊരു തോരൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഞാനിവിടെ 6 മത്തി വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. വേറെ മസാലപ്പൊടികളോ കാര്യങ്ങളോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഇത് മൂന്നും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മത്തിയിൽ തേച്ച് പിടിപ്പിക്കാം. ഇത് നമുക്കിനി ഒരു 10 മിനിറ്റോളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിതാ ഒരു ഇരുമ്പ് ചീനച്ചട്ടി ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടാണ് ഉള്ളത്. അപ്പോൾ അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് മത്തി ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഒരു ഭാഗം ഒന്ന് മൊരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം. മത്തി നന്നായിട്ട് മൊരിയിച്ചെടുക്കുന്നില്ല കേട്ടോ. ഇത്തിരി ഒന്ന് മൊരിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇനി ഇതേ ചീനച്ചട്ടിയിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ മത്തി പൊടിച്ചിട്ടുള്ള ആ ഒരു പാത്രത്തിൽ വെച്ചിട്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെയാണ് കേട്ടോ നല്ല ആ ഒരു ടേസ്റ്റും അതിൻ്റെ ഫ്ലേവറൊക്കെ അതിൽ തന്നെ അടങ്ങിയത് കൊണ്ട് തന്നെ നമ്മൾ ആ ഒരു പാത്രത്തിൽ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. ഇനിയിപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ചെറിയ സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒന്ന് മാത്രമേ എടുത്തിട്ടുള്ളൂ. കുറഞ്ഞ അളവിൽ മത്തിയുള്ളത് കൊണ്ട് തന്നെ സവാള ഒത്തിരിയൊന്നും വേണ്ട, ചെറിയൊരു സവാള തന്നെ മതിയാകും. അതൊന്ന് ഇതിലിട്ടിട്ട് വാട്ടിയെടുക്കുന്നുണ്ട്. ഇത്തിരി ഒന്ന് വാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ 2-3 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു പീസ് ഇഞ്ചിയും ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഈ ഒരു ഉള്ളിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ആ ഒരു മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മളിതിലേക്ക് ഇത്തിരി തേങ്ങയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങയുടെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്ക് അതും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് വരുമ്പോഴാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റും. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കുന്ന ടൈമിൽ ഇരുമ്പ് ചീനച്ചട്ടിയിൽ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നമ്മൾ മറ്റുള്ള നോൺ സ്റ്റിക്ക് പാത്രങ്ങളിൽ ചെയ്തിരുന്നതിനേക്കാളും ടേസ്റ്റ് ഈ ഒരു ഇരുമ്പ് ചീനച്ചട്ടിയിൽ വെച്ചിട്ട് ചെയ്തെടുക്കുമ്പോഴാണ്. തേങ്ങയും ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിലേക്ക് ഫ്രൈ ചെയ്തെടുത്ത മീനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് ആ ഒരു മസാലയൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. ആ ഒരു മീനിൻ്റെയും കൂടെ ഫ്ലേവർ മസാലയിലും കൂടെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് അത്ര തന്നെ മതിയാകും. അപ്പോഴേക്കും നമ്മുടെ ആ ഒരു മത്തിയും മസാലയൊക്കെ നന്നായിട്ടൊന്ന് മിക്സായിട്ട് വന്നിട്ടുണ്ടാകും കേട്ടോ. നല്ലൊരു മണം തന്നെയാണ് കേട്ടോ ഇതൊന്ന് തുറക്കുന്ന ടൈമിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. ചോറുണ്ണാൻ വേണ്ടിയിട്ട് നമുക്ക് വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല. ഈ ഒരു മത്തി മസാല മാത്രം മതിയാകും കേട്ടോ. അപ്പോൾ ഇതുവരെ ഈ രീതിയിലൊന്നും ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്